ഹലോ ഗായ്സ്, വെൽക്കം ടു BK7 എഡിറ്റ്സ്. അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എഡിറ്റിംഗ് ചാനലല്ലേ തുടങ്ങുന്നത്, പിന്നെ എന്തിനാ ഗെയിമിംഗ് വീഡിയോസൊക്കെ ഇടുന്നത്. ശരിയാണ്, ഞാൻ അങ്ങനെ തന്നെ ആലോചിച്ചത്. എഡിറ്റിംഗ് ചെയ്താൽ പോരെ, ഷോർട്സൊക്കെ ഇട്ടാൽ പോരെ വേറെ. പക്ഷേ എൻ്റെ മനസ്സിലാണ് ഇടുന്നു. എൻ്റെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ക്വാഡുണ്ട് ബസ്സിൽ. ഞാൻ പുകഴ്ത്തല്ല, നിങ്ങൾ കണ്ടാലും മനസ്സിലാവും. ഇന്നത്തെ വീഡിയോ തന്നെ അതാണ്. ഞാൻ എൻ്റെ സ്ക്വാഡാണ് കാണിക്കാൻ പോണത്. മെയിനായിട്ട് എൻ്റെ പെസ്സിലെ സ്ക്വാഡ് ഇന്ന് കാണിക്കാൻ പോവുകയാണ്. ഇന്ന് അത്ര ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ റീച്ച് കിട്ടുമോ നോക്കാനാണ് ഞാനിത് ചെയ്യണത്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. എൻ്റെ ഇപ്പോൾ 50 സബ്സ്ക്രൈബർ, 52 സബ്സ്ക്രൈബറേ ഉള്ളൂ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത്, നിങ്ങളെല്ലാവരോടും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് 100 സബ്സ്ക്രൈബർ എത്തിക്കണം പ്ലീസ്. എൻ്റെ റിക്വസ്റ്റാണ്. 100 സബ്സ്ക്രൈബർ എത്തിക്കണേ. ലൈക്കും ചെയ്യണം. എല്ലാ വീഡിയോ ലൈക്ക് നഷ്ടമൊന്നുമില്ല, നമ്മുടെ കാശിന് നഷ്ടമൊന്നുമില്ല. ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, ഒരു കമൻറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണം മെയിനായിട്ട് സ്ക്വാഡിനെ റിവീൽ ചെയ്യും. നമ്മുടെ പെസ്സിലെ സ്ക്വാഡ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അത് മാത്രമല്ല, മെയിൻ സ്ക്വാഡിൽ എൻ്റെ എത്ര പ്ലെയേഴ്സ് ഉണ്ട്, ഏതൊക്കെ പ്ലെയേഴ്സ് ഉണ്ട്, അതൊക്കെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വെൽക്കം ടു BK7 എഡിറ്റ്സ്. ഗൈസ്, എനിക്കൊരു സംശയം ഞാൻ പറയണം. നിങ്ങൾ എനിക്കൊരു പേര് സജസ്റ്റ് ചെയ്താൽ ഞാൻ ഈ എഡിറ്റിങ്ങും വീഡിയോസും രണ്ടും ഒരുമിച്ച് ഇടാൻ ഇല്ലോ. അപ്പോൾ അങ്ങനെ റീച്ച് കിട്ടാണെങ്കിൽ, സബ്സ്ക്രൈബർ കിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ആലോചിക്കാം. അപ്പോൾ ട്രൈ ഒരു പേര് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ സ്ക്വാഡ്. ടീം സ്ട്രെങ്ത് 3049. ക്വിക്ക് കൗണ്ടറാണ് പ്ലേ സ്റ്റൈല്. ഫോർമേഷൻ 4-3-3 മാറ്റാൻ പോവാം ഞാൻ ഗൈസ്. ഞാനത് വെറുതെ ഒന്ന് വച്ചതാണ് ട്രൈ ചെയ്യാൻ. പോലീസിച്ചിനൊന്നും ട്രൈ ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. 4-2-1-3 ഇത് നല്ല ഫോർമേഷൻ ഉണ്ട് ഗൈസ്. ഇത് നമുക്ക് എല്ലാം പറ്റും, എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമേഷൻ. ബെല്ലിങ്ങാം സെൻട്രൽ മിഡ്ഫീൽഡർ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ സ്ക്വാഡ്. ഫസ്റ്റ് തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇന്ന് രാവിലെ കിട്ടിയ പുലിസിച്ച് എന്താ പറയുക എനിക്കറിയില്ല, ക്രിസ്ത്യൻ പുലിസിച്ച് അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ എനിക്ക് ഫസ്റ്റ് തന്നെ രാവിലെ കിട്ടിയതാണ്. ഇറ്റാലിയൻ ക്ലബ്സിൻ്റെ ഫ്രീ ടോക്കൺ വെച്ച് കറക്കിയപ്പോൾ കിട്ടിയതാണ്. റേറ്റിംഗ് കുറവാണ്, എന്നാലും നല്ല ഗെയിം പ്ലേ ആണ്, നല്ല പ്ലേ ആണ്. മാച്ചസൊക്കെ നന്നായി കളിക്കുന്നുണ്ട്, നല്ല ഗോൾസ്. പ്രൊളിഫിക് വിങ്ങറാണ്. ട്രിക്സ്റ്റർ മിസ്സിംഗ് ഓൾ പ്ലേയിങ് സ്റ്റൈൽസ്. ബോൾ കൺട്രോൾ ഉണ്ട്, ഞാൻ മാക്സ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഗൈസ്. ആക്സലേഷൻ സ്പീഡും നല്ലോണം ഉണ്ട് ഗൈസ്. 92-99. കുഴപ്പമില്ല, ഒരു ആവറേജ് പ്ലെയർ. നല്ല പ്ലെയറാണ് ക്രിസ്ത്യൻ പുലിസിച്ച്. ഇപ്പം അധികം റിവ്യൂ പറയാനായിട്ടില്ല. ഞാനൊരു 2 മാച്ച് കളിച്ചിട്ടുള്ളൂ, അതും വേഴ്സസ് AI നോക്കാറായിട്ടില്ല. ഇപ്പോൾ വെറുതെ പറഞ്ഞേ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, മിക്ക ആൾക്കാർക്കും അറിയാം. എപ്പിക് നെയ്മർ ഫ്രീ ആയിട്ട് കിട്ടിയത് എല്ലാവർക്കും. സാൻഡോസിൽ പെനാൾട്ടി എല്ലാ ദിവസവും പെനാൾട്ടി അടിച്ച എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. നെയ്മർ എനിക്ക് കിട്ടി. നല്ല കളിയാട്ടോ ഗൈസ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ലാത്ത കളിയാണ്. നൈസ് പ്ലേ. ബൂസ്റ്റർ എപ്പിക് നെയ്മർ ഒന്നും പറയണ്ട, രക്ഷയില്ലാത്ത കളി തന്നെ. പിന്നെ ഇതാണ് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതൊന്നും പറയല്ലേ ഗൈസ്, കാരണം ഞാൻ ഫ്രീ ടോക്കൺ വെച്ചാൽ ഫസ്റ്റ് ട്രയൽ കിട്ടിയ സാധനമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല, ഇന്ത്യയിൽ ആ വീഡിയോ ഇല്ല, അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ട്രയൽ കിട്ടിയാണ് റൊണാൾഡോന്. കുഴപ്പമില്ല, നല്ല കളി. പക്ഷെ റൊണാൾഡോന് ആ പോർച്ചുഗലിലെ കളി വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയ്ക്ക് നല്ല കാർഡല്ല എന്ന് പറയാം. പക്ഷെ പുതിയൊരു കാർഡ് വരുന്നുണ്ടല്ലോ നമ്മുടെ ഡെയിലി ഗെയിമിൽ, പുതിയൊരു കാർഡ് വരുന്നുണ്ട് റൊണാൾഡോന്. അതെങ്ങനെയാണ് നമുക്ക് ട്രൈ ചെയ്യാം, നോക്കാം. ഒരു മാക്സിമം അത് 99 വരെ പോകുന്നതാണ് തോന്നണത്. കാരണം ലെവൽ മാക്സ് ചെയ്താൽ 99, ടീമിലിടുമ്പോൾ 99 അല്ലെങ്കിൽ 100 ആവുമെന്നാണ് തോന്നണത്. മറഡോണ 100 ആവും, കാരണം ബൂസ്റ്റ് ഉണ്ട്, ബൂസ്റ്റർ റേറ്റിംഗ് ഉണ്ട്. നെയ്മറിനും കയറി 100. റൊണാൾഡോ 99 ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല കളിയാവും തോന്നുന്നുണ്ട്.
ഇതാണ് എൻ്റെ റൊണാൾഡോ. പിന്നെ ഡിബ്രൂന നല്ല മിഡ്ഫീൽഡർ കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡർ അപ്പോഴത്തെ. പുള്ളി നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു കഴിഞ്ഞ അപ്ഡേറ്റ് അല്ല, ഈ അപ്ഡേറ്റ് തന്നെ സീസൺ 3 അപ്ഡേറ്റിൽ നമുക്ക് നോമിനേറ്റർ കോൺട്രാക്റ്റിലുണ്ട്. ഇപ്പോഴും കിടക്കുന്നുണ്ട്. എല്ലാവരും എടുത്തു പോയി. നല്ല പ്ലെയറാണ് ബെല്ലിങ്ങം. ഇത് കഴിഞ്ഞ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിലെ പ്ലെയറാണ്. ഒരു രക്ഷയില്ലാത്ത കളി കിട്ടും. ഗംഭീര കളി തന്നെ. സൂപ്പർ കളിയാണ് ബെല്ലിങ്ങം. പിന്നെ ബെർണാഡോ സിൽവ. ഇത് പറയാണ്ടിരിക്കാൻ വയ്യ. സിറ്റിയിലെ ഇപ്പോഴത്തെ ബെസ്റ്റ് മിഡ്ഫീൽഡർ എന്ന് പറയാം. പിന്നെ ബെസ്റ്റ് മിഡ്ഫീൽഡർ തന്നെയാണ്. ടോപ്പ് 5 മിഡ്ഫീൽഡറിൽ ഒരാളാണ് ഹെർണാണ്ടസ്. സൂപ്പർ ഹെർണാണ്ടസ് ആണ്. ലെഫ്റ്റ് ബാക്കിൽ നിന്ന് ആള് സ്ട്രൈക്കർ പോലെ കളിക്കുന്നത്. സ്ട്രൈക്കർ അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡർ അതേപോലെ കളിക്കുന്നത്. ലെഫ്റ്റ് ബാക്ക് പക്ഷെ ബോൾ കിട്ടിയാൽ കയറി അങ്ങോട്ട് പോകുന്നത്. പ്ലേയേഴ്സിനൊക്കെ ഡ്രിബിൾ ചെയ്ത് കയറി പോകുന്നു ആള്. പക്ഷെ ആളുടെ റേറ്റിംഗ് കുറവാണ്. അതാണ് മെയിൻ പ്രശ്നം. പക്ഷെ ഇറ്റാലിയൻ ക്ലബ്സിൽ ആളുടെ 99 റേറ്റഡ് ലെഫ്റ്റ് ബാക്ക് ഉണ്ട് ആൾ. അപ്പം അത് കിട്ടിയാൽ മതി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് അത് കിട്ടിയാലും മതി ടീം നേരെ. അപ്പോൾ ലെഫ്റ്റ് ബാക്ക് ഓക്കെ. എൻ്റെ സെൻറ്റർ ബാക്ക് ഇത് ഇറ്റാലിയൻ ക്ലബ്സിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ബസ്റ്റോണി നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും. ഈ 8 ടോക്കൺ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോണ കേസ്. അതറിയില്ല, എല്ലാ ആഴ്ച നമുക്ക് ഓരോ ഇറ്റാലിയൻ ക്ലബ്സിൻ്റെ ടോക്കൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഹെർണാണ്ടസിന് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാം 8 പ്ലെയർ ഉണ്ട്. 8 പ്ലെയറിനും കിട്ടും. ഇൻ്റർ മിലാനും AC മിലാനും കമ്പൈൻഡ്. അപ്പോൾ എല്ലാവർക്കും കിട്ടും ഉറപ്പാണ്. ഇനിയിപ്പോൾ ഇന്ന് തിങ്കളാഴ്ച, ഇനിയിപ്പോൾ അടുത്ത തിങ്കളാഴ്ച കിട്ടുമായിരിക്കും. പിന്നെ ബസ്റ്റോണി ഡിലൈറ്റ്, മെംഫിസ് ഡിലൈറ്റ് സൂപ്പർ പ്ലെയർ ആട്ടോ. ഗംഭീര പ്ലെയറാണ്. ബയൺ മ്യൂണിച്ചിലെ ഇപ്പോഴത്തെ ബെസ്റ്റ് ഡിഫൻഡർ. ഇതാണോ ഫ്രീ ആയിട്ട് കിട്ടിയത്. പക്ഷെ 99 റേറ്റഡാണ്. അറൗജോ എനിക്ക് പ്ലെയർ ഓഫ് ദ വീക്ക് കാർഡിൽ കിട്ടിയതാണ്. നല്ല പ്ലെയറാണ്. നല്ല അത്യാവശ്യം ആവറേജ് പ്ലെയർ. ടെർസ്റ്റേഗൻ ഒരു രക്ഷയില്ലാത്ത കളി കിട്ടോ. ചങ്ങനെ 5 സേവുകളാണ്. ഓൺലൈൻ മാച്ച് കളിക്കണം. ഗംഭീര സേവുകളാണ്. ഒരു രക്ഷയില്ലാത്ത ചങ്ങാതിയാണ്. ഫ്രീ ആയിട്ട് കിട്ടിയാണ്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടിയാണ്. എല്ലാവരും ഇവരൊക്കെ ഈ പ്ലെയർ ഓഫ് ദ വീക്ക് കാർഡ്സൊക്കെ ഞാൻ ഈ 50 കോയിൻസ് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടൊക്കെ കിട്ടിയാണ്. ഓക്കെ, ബാക്കിയുള്ള മിക്ക ആൾക്കാർക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ. സബിന് ഫസ്റ്റാണ് നമ്മുടെ സബിൽ വിനീഷ്യസ് എടുക്കുന്നത്. ബേസ് കാർഡാണ്. ഒരു ആവറേജ് പ്ലേ, കുഴപ്പമില്ല. ബേസ് കാർഡ് ഹാളൻ്റെ അത് ബേസ് കാർഡ്. നല്ല സ്ട്രൈക്കറാണ്, കുഴപ്പമില്ല. പിന്നെ പാവു ടോറസ് നല്ല CB-ആണ്. ആവറേജ് ഭേദപ്പെട്ടാണ്, അത്രയേ ഉള്ളൂ, വലിയതില്ല. റോഡ്രിഗോ ബെസ്റ്റ് സ്ട്രൈക്കറാണ്. പക്ഷെ ഇപ്പം നെയ്മറുള്ളതുകൊണ്ട് അതുവരെ ബെസ്റ്റ് സ്ട്രൈക്കറാണ്. ടോട്ടൽ 50 മാച്ചസ് എത്ര 43 ഗോൾസ് 17 അസിസ്റ്റ്. രക്ഷയില്ലാത്ത കളി. പിന്നെ എംബാപ്പെ കുഴപ്പമില്ല കേട്ടോ, നല്ല മാച്ചാണ്. അത് നന്നായി കളിക്കും. പക്ഷെ ആളെ ലീഗ് മാച്ചസിലൊന്നും മര്യാദയ്ക്ക് കളിക്കണില്ല. നല്ല കളിയൊക്കെ 185 കളിയിൽ 103 ഗോൾസ് 89 അസിസ്റ്റ്. കുഴപ്പമില്ല. ലൗട്ടാരോ മാർട്ടിനസ് പറ്റി അധികം പറയാമല്ലോ, കുഴപ്പമില്ല. ഒരു ആവറേജ് കുറഞ്ഞു. മെസ്സി പിന്നെ പറയണ്ടല്ലോ. ഈ മെസ്സി കാർഡ് വളരെ വേസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രീ മെസ്സി കാർഡ് വേസ്റ്റ് കാർഡ്. ലെവൻഡോസ്കി ബേസ് കാർഡ് എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് പറയുന്നത് ഗ്രീസ്മാൻ നല്ല കളി കേട്ടോ. ഇപ്പോൾ നല്ല പ്ലേസ് 33 കളിയിൽ 72 ഗോൾ അടിച്ചിട്ടുണ്ട്. 19 ഗോള് 4 അസിസ്റ്റ്. കുറവാണ്, ഞാനധികം കളിപ്പിക്കാറില്ല. കുലുസെവ്സ്കി ഇതും കുറച്ച് തന്നെ റേറ്റ് വലിയ. ഇത് വളരെ കുറവാണ്. 145 കളിയിൽ 40 ഗോൾ 27 അസിസ്റ്റ്. പിന്നെ പറയാം
ഹാരിക്ക് നല്ല കളി കേട്ടോ. പക്ഷെ ഇപ്പോൾ നല്ലോണം കളിക്കുന്നുണ്ട്. ഇത് 74 കളി 58 ഗോൾസ്, നല്ല മാച്ചസ് നല്ലതാണ്. പിന്നെ ബരേല ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ബരേല നല്ല സെൻറ്റർമിറ്റാണ്. കീ അടുത്തിട്ട് കിട്ടിയിട്ടുള്ളൂ. സെൻറ്റർമിറ്റ് നല്ല സെൻറ്ററുണ്ട്. മാച്ചസ് പോലെ കളിക്കുന്നുണ്ട്, പക്ഷേ ഗോൾസ് ഒക്കെ കളില്ല. നല്ല പാസിങ് ഉണ്ട് കേട്ടോ. പാസിങ് ആട്രിബ്യൂട്ട്സ് നല്ലോണം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്ക്വാഡ് സ്റ്റാർട്ടിങ് ലെവൽ. ഞങ്ങൾക്ക് ഔട്ട് പുറത്തായിട്ടില്ല, സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ പുറത്തായിട്ടില്ല ആൾക്കാർ. നമുക്കിപ്പോൾ വല്ല സസ്പെൻഷനോ അങ്ങനെ വല്ലതും കിട്ടിയാൽ പ്ലെയറിന് ഇടാൻ. റോഡ്രിഗോ, അടുത്ത റോഡ്രിഗോ, 2 റോഡ്രിഗോ എനിക്ക് പ്ലെയർ ഓഫ് ദി ഇത് യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ റോഡ്രിഗോ ഫ്രീ ആയിട്ട് കിട്ടി. മറ്റേത് പ്ലെയർ ഓഫ് ദി വീക്കിലെ റോഡ്രിഗോ, അതും ഫ്രീ ആയിട്ട് കിട്ടി. 100 കോയിൻ വെച്ചിട്ട്. ഫ്രീ ആയിട്ടില്ല. പിന്നെ സാനെ അതെ ഫ്രീ ടോക്കൺ വെച്ച് കിട്ടിയതാണ്. നല്ല പ്ലെയാണ്. കൈൽ വാക്കർ അതെ ഇതേപോലെ പ്ലെയർ ഓഫ് ദി വീക്ക് പറയാൻ. ആൽബർട്ട് ഫെറാർ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഷോപ്പിൽ പോയാൽ കിട്ടും. ഈ ഫുട്ബോൾ പോയിന്റ് കൊടുത്താൽ കിട്ടും. നല്ലതാണ്, കുഴപ്പമില്ല. ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് തന്നെ ബേസ് കാർഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്ക്വാഡ്. പിന്നെ എൻ്റെ മാനേജർ സെറ്റ്സിലാണ്. പിന്നെ അത്രയ്ക്ക് തന്നെ. ഇതൊക്കെയാണ് എൻ്റെ ടീം, സാൻഡോസ് FC. ഇതാണ് നമ്മുടെ ടീം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തകർത്ത് വാരി ഫയർ ഇടുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും, പ്ലീസ്. എൻ്റെ റിക്വസ്റ്റാണ്. കുറച്ച് ലൈക്കും കൂട്ടും. ഷോർട്സിനും കുറച്ച് വ്യൂസ് കൊടുക്കൂ, ലൈക്ക് കൊടുക്കൂ, വീഡിയോസിനും അത്. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.